എം.വി. ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് ഗുരുതര ആരോപണവുമായി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരി. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗത്തിൽ നിന്ന് നേരിട്ടത് വലിയ അവഗണനയാണെന്നും കോടിയേരി മരിച്ച ശേഷം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ആരും കുടുംബത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും വിനോദിനി ആരോപിച്ചു. എന്നാൽ പിണറായി വിളിച്ചാൽ ഫോൺ എടുക്കുകയും തിരിച്ചു വിളിക്കുകയും ചെയ്യും. DC ബുക്സിന്റെ മാസികയായ പച്ചക്കുതിരയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വിനോദിനിയുടെ വെളിപ്പെടുത്തൽ. മരണവും സംസ്കാരവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നേതൃത്വത്തിൽ നിന്ന് പിന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. നീ ഓക്കെയാണോ, ഞങ്ങളൊക്കെ ഒപ്പമുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടില്ല. സാധാരണ പ്രവർത്തകരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വലിയ ചില നേതാക്കളെ കുറിച്ചാണ്. അവരൊക്കെ ഇവിടെ വരികയും സംസാരിക്കുകയും ചെയ്യണമെന്നല്ല. സ്വന്തം പോക്കറ്റിലുള്ള ഫോണെടുത്ത് ഒന്ന് സംസാരിക്കാൻ പോലും ആർക്കും തോന്നാത്ത കാലമായോ? കോടിയേരി വിട്ടുപോയതിനു ശേഷം പാർട്ടി നേതൃത്വത്തിലുള്ളവരുടെ സമീപനം എങ്ങനെയാണ്? സുഖവിവരങ്ങൾ എല്ലാവരും അന്വേഷിക്കാറുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് പാർട്ടി നേതൃത്വത്തിന്റെ അവഗണനയ്ക്കെതിരെ വിനോദിനി കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെ തുറന്നടിച്ചത്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ പലവട്ടം ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല, തിരിച്ചു വിളിച്ചുമില്ല. ശുപാർശയൊന്നും പറയാനല്ലായിരുന്നു താൻ വിളിച്ചതെന്നും വിനോദിനി പറയുന്നു. നേതാവിന്റെ പേര് പറയാത്തതുകൊണ്ട് സ്വാഭാവികമായും ഇന്നത്തെ അവസ്ഥയിൽ അത് പിണറായി വിജയനാണെന്ന് ധരിക്കില്ലേ എന്ന ചോദ്യത്തിന് അല്ല, വിജയേട്ടൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയും തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നയാളാണ്. പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പാർട്ടിയിലെ പ്രധാന പദവി വഹിക്കുന്ന നേതാവിനെയാണ് താൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് വിനോദിനി ആരോപണമുന എം.വി. ഗോവിന്ദനിലേക്ക് തിരിച്ചുവയ്ക്കുന്നു. വിനോദിനിയുടെ പരാതിയെപ്പറ്റി അറിയില്ലെന്നും താൻ ആരെയും അവഗണിക്കാറില്ല എന്നുമായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. അല്ല, എനിക്കറിഞ്ഞൂടാ. അല്ല, ആരെയും അവഗണിക്കേണ്ട കാര്യം ഞങ്ങൾക്ക്, ഞാൻ ആരെയും അവഗണിക്കാറില്ല. വിനോദിനി ഉദ്ദേശിച്ചത് ആരെയെന്ന് അറിയില്ല, ആരെന്നറിഞ്ഞാലല്ലേ പാർട്ടിയിൽ ചർച്ച ചെയ്യാൻ സാധിക്കൂ എന്ന TP രാമകൃഷ്ണൻ. ഇങ്ങനെ ഒരു വിഷയം പാർട്ടിയുടെ മുന്നിൽ വന്നിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. എനിക്കറിയില്ല, അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. വിഷയം വന്നെങ്കിലേ അത് പരിശോധിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും പോരായ്മ ആരുടെയും ഭാഗത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത്. കോടിയേരിയുടെ കുടുംബം CPM-ന്റെ ഭാഗമാണല്ലോ. ആ കുടുംബം CPM-ന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എല്ലാ ഘട്ടങ്ങളിലും അവർ CPM-ന്റെ ഭാഗമായി തന്നെ തുടർന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അഭിമുഖം വാർത്തയായതോടെ ബന്ധപ്പെട്ടവരോടെല്ലാം ഇതിന്മേൽ ഇനി ഒരു പ്രതികരണത്തിനുമില്ല എന്നാണ് വിനോദിനി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം, കണ്ണൂർ.